ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ ഹോർമൂസ് കടലിടുക്കിലേക്കാണ്. ഇറാനും ഇസ്രായേലും US തമ്മിലുള്ള യുദ്ധം എണ്ണ വില ഏതാണ്ട് $100 ഒരു ബാരലിന്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളൊന്നും തന്നെയും കടന്നു പോകുന്നില്ല. ലോകത്തിൻ്റെ 20% എണ്ണ കടന്നു പോകുന്ന കടലെടുക്കാണ് ഹോർമൂസ് കടലെടുക്ക്. എന്നാൽ ഇത്രയും അധികം കപ്പലുകൾ പോകാതെ പേടിച്ച് പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുമ്പോൾ ഇരട്ടച്ചങ്കനായ ഒരാൾ തൻ്റെ 5 ഓയിൽ ടാങ്കേഴ്സ് ഹോർമൂസ് കടലിടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. ആരാണ് അയാൾ? ഇത്രയും ബോംബുകളുടെയും മൈനുകളുടെയും മിസൈലുകളുടെയും ഇടയിൽ നാവികരെയും കപ്പലുകളെയും പറഞ്ഞുവിട്ട ആ വ്യക്തി ആരാണ്? അയാളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഇതിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇറാൻ എങ്ങനെ ഹോർമൂസ് കടലെടുക്ക് വെപ്പണൈസ് ചെയ്യും, എണ്ണ വിലയെ എങ്ങനെ അത് ബാധിക്കും എന്നുള്ള കാര്യമല്ല ഒരു 6 മാസം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഇറാൻ കൃത്യമായും അത് ചെയ്തിരിക്കുകയാണ്. എണ്ണ വില ഏതാണ്ട് $100 എത്തി നിൽക്കുന്നു ഒരു ബാരലിന്. അപ്പോഴാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ ബാക്കി എല്ലാ കപ്പലുകളും കപ്പൽ കമ്പനികളും രാജ്യങ്ങൾ പോലും ഹോർമൂസ് കടലിടുക്കിലേക്ക് കപ്പലുകൾ പോകാതെ പുറംകടലിൽ നങ്കൂരമിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ആശാൻ ഒരു 5 കപ്പലുകളെ 5 ഓയിൽ ടാങ്കേഴ്സിനെ ഈ ഹോർമൂസ് കടലിടുക്കിലേക്ക് വിട്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത് ജോർജ് പ്രൊക്കോയ്പു എന്ന ഗ്രീക്ക് ബില്യണറെ പറ്റിയാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 79 വയസ്സായി. ഫോബ്സ് മാഗസിൻ അനുസരിച്ച് $4.7 ബില്യൺ അദ്ദേഹത്തിൻ്റെ വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആശാൻ ഈ കപ്പൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കാലം കുറേയായി. 1946 യവന നായകന്മാരുടെ ഏതൻസിലാണ് ജോർജ് ജനിക്കുന്നത്. 71 അതായത് കൃത്യം 25-ാമത്തെ വയസ്സിൽ തൻ്റെ ആദ്യത്തെ ഓയിൽ ടാങ്കർ അദ്ദേഹം വാങ്ങുന്നു, ഓയിൽ കാരിയർ അദ്ദേഹം വാങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിലെ മുടിചൂടാ മന്നനാണ് ഈ ജോർജ് പ്രൊക്കൈപ്പു എന്ന് പറയുന്ന വ്യക്തി. പലപ്പോഴും പല ആക്ടിവിറ്റീസും നിയർ ടു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ അറ്റമാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ ബോർഡറാണ് രണ്ട് കാര്യങ്ങൾക്കുള്ളത്, അതായത് ലീഗലും ഇല്ലീഗലും ആക്ടിവിറ്റീസും തമ്മിൽ. ജോർജ് പ്രൊക്കൈപ്പുവിൻ്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് അത്തരത്തിലുള്ള ഓപ്പറേഷൻസാണ്. അദ്ദേഹത്തിന് 3 ടാങ്കർ കമ്പനീസാണുള്ളത്. ഒന്ന് ഡയാന ഗ്യാസ്, ഒന്ന് സീ ട്രൈഡേഴ്സ്, ഒന്ന് ഡയാന കോം. ഈ 3 ട്രേഡിംഗ് കമ്പനികളുമായിട്ട് ഏതാണ്ട് 150ഓളം വെസൽസ് പുള്ളി ക്യാരി ചെയ്ത് മാനേജ് ചെയ്യുന്നുണ്ട്. ഓയിൽ ടാങ്കേഴ്സ് ഉണ്ട്, കാർഗോ ഷിപ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പലപ്പോഴും ഹൈ റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് പുള്ളി പോയിട്ട് ഡീൽ ചെയ്യുന്നത്. അതായത് മറ്റാരും എടുക്കാൻ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അസൈൻമെൻറ്റ്സും നാവിഗേഷനും ഒക്കെയാണ് പുള്ളിയുടെ ഫ്ലീറ്റ് കൊണ്ട് ചെയ്യുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നു. ഈ ആരെങ്കിലും അങ്ങോട്ട് പോയാൽ തന്നെ ഇറാൻ അവരെ ആക്രമിക്കും എന്നുള്ള അവസ്ഥയാണ്. പുള്ളിയുടെ ഷിപ്സ്, ഓയിൽ ടാങ്കേഴ്സ്, ഇത് ഷിപ്പിംഗ് ട്രാക്ക് ചെയ്യുന്ന കെപ്ലർ പോലുള്ള സൈറ്റുകൾ പറയുന്ന വിവരമാണ്. പുള്ളിയുടെ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ഹോർമൂസ് കടലിടുക്കിൻ്റെ അവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആവും. ബ്ലാക്ക് ഔട്ട് ആകുമെന്ന് പറഞ്ഞാൽ ട്രാക്കേഴ്സ് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യും. അങ്ങനെ ട്രാക്കേഴ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഷിപ്പിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. കംപ്ലീറ്റ് ട്രാക്കേഴ്സും ഓഫ് ചെയ്തിട്ട് ഷിപ്പ് നേരെ കടലിടുക്കിലേക്ക് കയറുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ഈ എണ്ണയെല്ലാം എടുത്ത് UAE പോർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള അവിടെയുള്ള മെയിൻ പോർട്ടുകളിൽ നിന്ന് എണ്ണയെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നേരെ കടലിടുക്കിൻ്റെ വെളി വരുമ്പോൾ ഈ GPS അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ട്രാക്കേഴ്സ് ഓണാവുന്നു. ഇവരിങ്ങനെ ചെയ്യുന്നത് ഇറാൻ മിലിറ്ററി ഫോഴ്സിൻ്റെ അട്രാക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഷിപ്പ് എല്ലാം തന്നെയും കംപ്ലീറ്റ്ലി ആംഡ് ഗാർഡ്സിനെ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്താണ് പുള്ളി റൺ ചെയ്യുന്നത്. ഈ ആംഡ് ഗാർഡ്സൊക്കെ ഉണ്ടെങ്കിലും മിസൈൽ വീണ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മിസൈലോ ഡ്രോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോംബോ മൈനോ ഒക്കെ വീണ് കഴിഞ്ഞാലും അത് ഫുൾ ബേസ്റ്റ് ഔട്ട് ആവുന്ന സിറ്റുവേഷനാണ്. അതിനത് ഇരിക്കുന്നത് മുഴുവൻ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. എന്നാലും പുള്ളി ഈ രീതിയിലാണ് കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച മാത്രം 5 കപ്പലുകളാണ് പുള്ളി ഹോർമൂസ് കടലിടുക്കിലേക്ക് വിട്ടിരിക്കുന്നത്. 2 ഗ്യാസൊലിൻ, റിഫൈൻഡ് ഗ്യാസൊലിൻ, നമ്മൾ പെട്രോൾ ഡീസലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കടലിടുക്കിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാനായിട്ട്. മറ്റ് 3 ക്രൂഡ്, അൺറിഫൈൻഡ് ക്രൂഡ് ഈ പോർട്ടുകളിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ടാങ്കേഴ്സാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള റിസ്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഈ ജോർജ് പ്രൊക്കൈപ്പു. പല സാഹചര്യത്തിലും പല സിറ്റുവേഷൻസിലും അദ്ദേഹം ഇതിനു മുമ്പും ഇത്തരം റിസ്ക് എടുത്തിട്ടുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം വന്ന സമയത്ത് എൻ്റയർ വെസ്റ്റേൺ ഫ്ലീറ്റ്സ്, അതായത് വെസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനീസ് റഷ്യയിലെ പോർട്ടുകളിൽ നിന്നും ബാക്ക് ഓഫ് ചെയ്തു പല കാരണങ്ങൾ കൊണ്ട്.
പുള്ളി ബാക്ക് ഓഫ് ഒന്നും ചെയ്തില്ല. പുള്ളി പിന്നെ അവിടെ നിന്ന് നേരെ എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരിക, ജർമ്മനിയിലേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ വളരെ കോൺസ്റ്റൻ്റ്ലി ഇൻവോൾവ് ആയിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ റവന്യൂ ആണ്. പുള്ളി ഇത്രയും റിസ്ക്കുള്ള സ്ഥലത്ത് നിന്നും ഓയിൽ വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഇത് വാങ്ങാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ പൊന്നും വില കൊടുത്ത് ഈ സാധനം വാങ്ങും. കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ അതിനേക്കാളും വിലയാണ്, ഇവിടെ നിന്ന് വരുന്നതുമില്ല. അപ്പോൾ കിട്ടുന്ന സാധനം എന്ത് വില കൊടുത്തും വാങ്ങുക എന്നുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇക്വേഷനെ പുള്ളി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണ്. സപ്ലൈ കുറയുവാണ്, അപ്പോൾ സപ്ലൈ ഉള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടുമല്ലോ. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിലേക്ക് പോകുന്ന ഒരു ടാങ്കറിന് പുള്ളി ഒരു ദിവസം കൊടുക്കുന്നത് $500,000 ഈ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു റേറ്റാണ് പുള്ളി കൊടുക്കുന്നത്. സാധാരണ അതായത് യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയാണെന്ന് നോക്കണം. യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് $100,000 എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കപ്പൽ UAE എവിടെയെങ്കിലും പോർട്ടിൽ പോയിട്ട് ഓയിൽ എടുത്തിട്ട് തിരിച്ചു വരാനായിട്ട് $1,00,000 കൊടുത്തിരുന്നതെങ്കിൽ പുള്ളി ഇപ്പോൾ $5,00,000 കൊടുക്കുന്നത്. ഇത് മറ്റേ ഗോഡ് ഫാദർ സിനിമയിൽ പറഞ്ഞ പോലെ ഐ ആം മേക്കിംഗ് എൻ ഓഫർ യു കാൻ റെഫ്യൂസ് എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം നാവികർക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഓഫർ പുള്ളി വയ്ക്കുവാണ്. അതിനൊരു കാരണമുണ്ട്. ഇൻ്റർനാഷണൽ മാരിടൈം അക്കോർഡ് അനുസരിച്ച് നമ്മളൊരു ഷിപ്പിൻ്റെ ക്രൂവിൻ്റെ അടുത്ത് പറയുവാണ് നിങ്ങൾ ഇന്ന വാർ സോണിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂവിന് ആക്റ്റീവ്ലി അത് ഡിനേ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവർ പറയുവാണില്ല ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ആൾക്ക് വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കാരണം അത് കംപ്ലീറ്റ്ലി ക്രൂവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ക്രൂവിൻ്റെ ഡിസിഷനാണ്. പക്ഷേ ആ ക്രൂവിന് അങ്ങനെ പറയാതിരിക്കാനുള്ളൊരു സാഹചര്യമാണ് പുള്ളി ഇതിലൂടെ കൊടുക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ സാധാരണ കൊടുക്കുന്നതിൻ്റെ 5 ഇരട്ടി റേറ്റ് പുള്ളി അങ്ങ് ഓഫർ ചെയ്യും. ഈ ഓഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അത്ര റിസ്ക് എടുത്ത് പോകാനായിട്ട് റെഡിയാണ് ഇതിൻ്റെ അകത്ത് പോയിട്ട് കപ്പൽ കൊണ്ടുവരാനായിട്ട്. ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല. കാരണം ഈ ഷിപ്പ് ഈ കടലിടുക്കിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇറാൻ്റെ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 20 മുതൽ 30 കിലോമീറ്ററോ മറ്റോ വീതിയുള്ളൂ ആ കടലിടുക്കിൻ്റെ പ്രദേശത്ത്. അപ്പോൾ അവിടെ പോകുന്നുണ്ടോ, അവരെങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് അറിയില്ല. എന്തായാലും കപ്പലുകൾ പോവുകയും എണ്ണയായിട്ട് വെളി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ വാർത്താമാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത്രയും വലിയ റിസ്ക് ഉള്ള ഒരു സാഹചര്യത്തിൽ ആ റിസ്കിൽ നിന്നും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരു വ്യക്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുള്ളിക്ക് 79 വയസ്സുണ്ട്. പുള്ളി സ്വന്തമായിട്ട് കാർ ഓട്ടിച്ച് ബോഡി ഗാർഡൊന്നും ഇല്ലാതെ ഓഫീസിൽ വരുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ പിന്നെ ഷിപ്പിംഗ് എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 തുടങ്ങി ഏതാണ്ടൊരു 55-56 വർഷത്തെ സ്പ്രോൾ ചെയ്ത് കിടക്കുന്ന ഒരു എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസിൽ നിന്നും പുള്ളി ഒരു പക്ഷേ പഠിച്ചതായിരിക്കാം ലൈക്ക് യൂസ് ദ മാക്സിമം റിസ്ക് ആൻഡ് ദെൻ ഏൺ ദ മാക്സിമം എന്നുള്ള ഒരു പോളിസി. എന്തായാലും ജോർജ് പ്രൊക്കേപ്പോൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇരട്ടച്ചെങ്കനായി മിസൈലുകൾക്കും ബോംബുകൾക്കും ഇടയിൽ കൂടെ അദ്ദേഹം എണ്ണ കൊണ്ടുവന്നിരിക്കുകയാണ്. രാജ്യങ്ങളിലെ കപ്പലുകളും ഷിപ്പിംഗ് കമ്പനീസിൻ്റെ കപ്പലുകളെല്ലാം പുറം കടലിൽ വെയിറ്റ് ചെയ്ത് എണ്ണ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെഡിയായി നിൽക്കുന്നു എന്നാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വളരെ രസകരമായ കഥയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.